സോ വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ നോക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ പാർട്സാണ്. സോ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ നീറ്റ് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാംസിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഓർഗാനിക് കെമിസ്ട്രി. നീറ്റ് എക്സാം നമ്മൾ എടുക്കുന്ന സമയത്ത് 180 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് 45 ക്വസ്റ്റ്യൻസ് വരുന്നത് കെമിസ്ട്രിയിൽ നിന്നാണ്. അതിൽ മെജോറിറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് ഡിസൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരുന്ന പാർട്ടാണെന്ത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ എന്താണ് ഈ ഓർഗാനിക് കെമിസ്ട്രി എന്നറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത്. സോ കെമിസ്ട്രിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ഗോയിങ് ടു ബി ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ടാണ്. അതായത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതായത് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മീൻസ് നമ്മൾ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു സാധനത്തിൻ്റെ മൊളാലിറ്റി നോർമാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ വലുപ്പം, അതിൻ്റെ റേഡിയസ്, അതിൻ്റെ പ്രൊപ്പോർഷണാലിറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു പാഠമാണ് എന്ത് ഫിസിക്കൽ കെമിസ്ട്രി എന്ന് പറയുന്ന പാട്ട്. സോ ഫിസിക്കൽ കെമിസ്ട്രിയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയാം. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നീറ്റിന് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് മെജോറിറ്റി ക്വസ്റ്റ്യൻസും ഫിസിക്കൽ കെമിസ്ട്രി എന്നായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് ഇനോർഗാനിക് കെമിസ്ട്രി. അതായത് നമുക്കൊരു കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക പീരിയോഡിക് ടേബിൾസ് ആയിരിക്കും. സോ പീരിയോഡിക് ടേബിൾ അടിസ്ഥാനമാക്കിയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മുതൽ D&F മുതലായിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് പഴയ NCERT-യിൽ S ബ്ലോക്കും P ബ്ലോക്കും ഉണ്ടായിരുന്നു. പുതിയ NCERT പ്രകാരം S ബ്ലോക്കും P ബ്ലോക്കും ഡിലീറ്റഡ് ആണ്. പക്ഷേ P ബ്ലോക്ക് നീറ്റിൻ്റെ സിലബസിലുണ്ടായിരുന്നു. സോ അത്തരത്തിലുള്ള പാർട്ടാണെന്ന് പറയുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത്. അതിനുശേഷം കാർബൺ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട്, അതായത് കാർബണും OH ആണെങ്കിൽ അതിനെ എന്തെന്ന് പറയും, ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത് OH ആണെങ്കിൽ ആൽക്കഹോൾ എന്നും, അതല്ല കാർബണൈൽ ഗ്രൂപ്പാണ്, ആ കാർബണൈൽ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്ത് 2 R ആണെങ്കിൽ അതിന് കീറ്റോൺ എന്നും, 1 R ഉം 1 H ആണെങ്കിൽ ആൽഡിഹൈഡ് എന്നും, 1 R ഉം 1 OH ആണെങ്കിൽ അതിന് കാർബോക്സിലിക് ആസിഡ്, അതുപോലെ തന്നെ നൈട്രജൻ കോമ്പൗണ്ട്സിൻ്റെ അമീൻസ് എന്നും, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എസെൻഷ്യലായിട്ടുള്ള ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്യും, വിറ്റാമിൻസിനെ കുറിച്ചിട്ടും കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ചിട്ടും എന്ത് ചെയ്യും, നമ്മൾ ചർച്ച ചെയ്യും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്, എന്ത് ഓർഗാനിക് കെമിസ്ട്രിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് ഭയക്കേണ്ട ആവശ്യമില്ല. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, അതായത് നിങ്ങൾ അതിൻ്റെ ഘട്ടമായി പഠിച്ചു വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് വളരെ ഒരു എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു വിഷയമായി മാറും ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഈ വിഷയം. സോ അടുത്ത് നോക്കാം, ഈ ഓർഗാനിക് കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. സോ ഓർഗാനിക് കെമിസ്ട്രിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ +1 +2 ആയിട്ട് നമുക്ക് തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സോ ആദ്യം +1 പാർട്ടിലേക്ക് കിടക്കാം. അവസാനത്തെ ഭാഗത്താണ് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വരുന്നത്. സോ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനെ തന്നെ നമുക്ക് 3 തരംതിരിക്കാൻ പറ്റും. സോ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് വേറൊന്നുമില്ല, ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നോമൻഗുലേച്ചറാണ്. എന്താണ് ഈ നോമൻഗുലേച്ചർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ പേരിടലാണ്. അതായത് നീറ്റ് എക്സാംസിന് ഒരുപാട് തവണ ചോദിക്കാറുണ്ട് നോമൻഗുലേച്ചർ. പ്രധാനമായിട്ടും കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്നൊക്കെ നോമൻഗുലേച്ചർ വരിക. പക്ഷേ ഈ സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ നിങ്ങളൊരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ പേരിടാണ്, അതായത് മീതി, ഇത്, പ്രൊപ്പ് എന്നൊക്കെ നിങ്ങൾ 10th സിലബസിൽ പഠിച്ചിട്ടുണ്ടാവും. അല്ല നിങ്ങളിപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ആസ്പിരൻസ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നെയിമിംഗ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. സോ ആദ്യം നോമൻഗുലേച്ചറാണ് പഠിക്കാൻ പോവുക. അതിനുശേഷം നിങ്ങൾ ഐസോമെറിസം പഠിക്കും. ഈ ഐസോമെറിസത്തിനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതായത് സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്, സ്റ്റീരിയോ ഐസോമെറിസം, ജോമെട്രിക്കൽ ഐസോമെറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഐസോമെറിസത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ പോവുക. എസ്പെഷ്യലി ടോട്ടോമെറിസം നിങ്ങൾക്ക് പുതിയതായിരിക്കും ടോട്ടോമെറിസം എന്ന് പറയുന്നത്. അതിനുശേഷം റിയാക്ഷൻ മെക്കാനിസം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, റിയാക്ഷൻ മെക്കാനിസം എന്ന് പറയുന്ന ഭാഗം. സോ ഈ റിയാക്ഷൻ മെക്കാനിസമാണ് പിന്നീടുള്ള ചാപ്റ്ററിലേക്ക് നിങ്ങളെ നയിക്കുന്നത്, റിയാക്ഷൻ മെക്കാനിസം. സോ എന്താണ് ഇൻഡക്റ്റീവ് എഫക്റ്റ്, റെസൊണൻസ് എഫക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. റെസൊണൻസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ്ങിലൂടെ ചിലപ്പം നിങ്ങൾക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടും. അതിനുശേഷം നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഗോയിങ് ടു ബി ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന പാഠം. സോ എന്താണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്ന പാഠം നോക്കാം. സോ ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഹൈഡ്രോ കാർബൺ എന്താ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ കാർബൺ തന്നെ. അതായത് കാർബണും ഹൈഡ്രജനും തമ്മിലുള്ള സാധനങ്ങൾ വരുന്നതിനാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയാം. അതായത് ഈ ഹൈഡ്രോ കാർബൺസിനെ 3 തരംതിരിക്കാൻ പറ്റും. അതായത് ഒന്നാമത്തത് ആൽക്കെയിൻ എന്ന് തരംതിരിക്കാൻ പറ്റും. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ആൽക്കീൻ, അതുപോലെ തന്നെ ആൽക്കെയിൻ എന്നും തരംതിരിക്കാൻ പറ്റും. സോ 3 തരംതിരിക്കാൻ പറ്റും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ ബോണ്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ. ഇതൊരു സിംഗിൾ ബോണ്ട് ആയിരിക്കും, ഇതൊരു ഡബിൾ ബോണ്ട് ആയിരിക്കും, ഇതൊരു ട്രിപ്പിൾ ബോണ്ട് ആയിരിക്കും എന്നുള്ള കാര്യമാണ് ഉണ്ടാവുക. സോ നിങ്ങൾ ഏതൊരു ഓർഗാനിക് കെമിസ്ട്രിയുടെ ചാപ്റ്ററാണ് പഠിക്കാനുണ്ടെങ്കിലും അത് 3 രീതിയിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്.
സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾ ചർച്ച ചെയ്യും. സോ ഫസ്റ്റ് നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. പ്രിപ്പറേഷൻ. സോ ഒരുപാട് മെത്തേഡിൽ നിങ്ങൾക്ക് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടാക്കാൻ പറ്റും. അതായത് ആ മെത്തേഡ്സിനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രിപ്പറേഷൻ മെത്തേഡ്സ് കൊണ്ട് ഉപയോഗിക്കുന്നത്. സോ നെക്സ്റ്റ് വൺ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ചിട്ട് സംസാരിക്കും. ഫിസിക്കൽ കെമിസ്ട്രിയെ കുറിച്ചിട്ട് എന്ത് ചെയ്യും സംസാരിക്കും. ഫിസിക്കൽ കെമിസ്ട്രി അല്ല, ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യും നിങ്ങൾ സംസാരിക്കും. ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സംസാരിക്കും. അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന സാധനം. സോ ഈ കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും നിങ്ങൾ എന്ത് ചെയ്യും സംസാരിക്കും. അപ്പോൾ ഏതൊരു ചാപ്റ്റർ, അതായത് ഇപ്പോൾ ഞാൻ ഹൈഡ്രോ കാർബൺ എടുത്തിട്ട് ഹൈഡ്രോ കാർബൺ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ആൽക്കേനെ കുടിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൽക്കേൻ്റെ ആദ്യം പ്രിപ്പറേഷൻസ് മനസ്സിലാക്കും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കും. ഞാൻ ഈ ആൽക്കീനാണ് എടുക്കുന്നുണ്ടെങ്കിലും അതിന് പ്രിപ്പറേഷൻ മെത്തേഡ്സും ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും മനസ്സിലാക്കും. ആൽക്കീനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കാര്യങ്ങളാണ് ഉണ്ടാവുക. സോ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് കടക്കും. സോ ഇതിനൊപ്പം ഞാൻ ലാസ്റ്റ് എന്താ പറയും, ഇതെന്നൊക്കെ പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ളത്, അത് അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് സംസാരിക്കും. അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ചും ഹൈഡ്രോ കാർബൺസിൽ മനസ്സിലാക്കും. അതിന് ശേഷം നിങ്ങൾ ഈ എച്ചിന് പകരം ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യും ഇങ്ങനെ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. സോ നിങ്ങൾ എച്ചിന് പകരം റീപ്ലേസ് ചെയ്യുന്ന ഒരാൾ ഹാലജൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്ന പദാർത്ഥം. അതിൻ്റെ പകരം നിങ്ങൾ റീപ്ലേസ് ചെയ്യുന്നത് OH ആണെങ്കിൽ നിങ്ങൾ അതിനെ ആൽക്കഹോൾസ് എന്ന് വിളിക്കും. അതല്ല നിങ്ങൾ അവിടെ ഒരു CO ഗ്രൂപ്പ് ഇട്ടിട്ട് നിങ്ങളിങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾ ആറാണെന്നുണ്ടെങ്കിൽ അതിനെ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയും. ആ കാർബണൈൽ ഗ്രൂപ്പ് വെച്ചിട്ടാണ് നിങ്ങൾ ആൽഡിഹൈഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത്. സോ ഇതിൻ്റെ നൈട്രജൻ കോമ്പൗണ്ട് എടുക്കുക. നിങ്ങൾ NH3 എന്നുള്ളതാണ്. NH3 ഒരു അമോണിയൻ്റെ പകരം NH2 അതൊരു ഹൈഡ്രജൻ്റെ പകരം നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് എടുത്തു. ദ പ്രൈമറി അമൈൻ, സെക്കൻഡറി അമൈൻ, ടെർഷ്യറി അമൈൻ, ഡൈസോണിയം സാൾട്ട്സ് എന്ന് വെച്ചിട്ടുള്ള ചാപ്റ്ററൊക്കെ നിങ്ങൾ അമൈൻസിൽ പഠിക്കും. സോ ബയോമോളിക്യൂൾസ് വരുന്ന സമയത്ത് ബയോമോളിക്യൂൾസിൽ നിങ്ങൾ വിറ്റമിൻസിനെ കുറിച്ചിട്ട് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് സംസാരിക്കും. അതിൽ തന്നെ ഗ്ലൂക്കോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഫ്രക്ടോസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ആ ചാപ്റ്ററിൽ സംസാരിക്കുക. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റ് ആസ്പെക്റ്റിലും അതുപോലെ തന്നെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ആസ്പെക്റ്റിലും നോക്കുന്ന സമയത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നീറ്റിനെ പ്രിപ്പയർ ചെയ്യുക. ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഓർഗാനിക് കെമിസ്ട്രി എന്തിനു പഠിക്കുന്നു, എന്തുകൊണ്ട് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി വെക്കുക. അതായത് അതിൻ്റെ ഓരോന്നിനെയും കണക്ട് ചെയ്ത് പഠിക്കുക. സോ അതായത് ഉദാഹരണത്തിന് ആൽക്കീൻസ് എന്ന് പറയുന്ന പാട്ട് പഠിക്കുന്ന സമയത്ത് ആൽക്കീൻസിൽ നിന്ന് ആൽക്കെയിൻ ഉണ്ടാക്കാൻ പറ്റും, ആൽക്കെയിനും ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ആലോചിക്കുക. ഈ ആൽക്കീനിൽ നിന്ന് നിങ്ങൾക്ക് ആൽക്കഹോൾ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഓരോ ചാപ്റ്റർ വരുന്ന സമയത്തും നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പിന്നെയും തിരിച്ചു പോയും കൂടി ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.